ഒരു സാഹിത്യകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒരുപാട് പേർ വായിക്കുന്നു എന്നറിയുമ്പോൾ. ആ കൃതികളെക്കുറിച്ച് ഒരാൾ പഠനം നടത്തുന്നു എന്നറിയുമ്പോൾ ആ അംഗീകാരത്തിന് ഒന്നുകൂടെ ശക്തി കൂടുകയാണ്. എന്നാൽ ആ കൃതികളെപ്പറ്റി ഗവേഷണം നടത്തി അതിലൊരു ഡോക്ടറേറ്റ് കൂടി കിട്ടിയെന്നറിയുമ്പോഴോ ആ സാഹിത്യകാരന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണത്. അതെ, ശ്രീ യു എ ഖാദറിൻ്റെ കൃതികളെക്കുറിച്ചുള്ള പഠനം നടത്തി ഗവേഷണം നടത്തി അതിൽ ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർ റീജയാണ് നമ്മുടെ അടുത്ത അതിഥി. ഡോക്ടർ റീജയെ ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ. എന്താണ് ഈ ഒരു വിഷയം തന്നെ ഇങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് തോന്നിയത്? സ്വാഭാവികമായിട്ടും അതായിരിക്കും എൻ്റെ ആദ്യത്തെ ചോദ്യം. കാരണം ഇങ്ങനൊരു സബ്ജക്റ്റിൽ ശ്രീ യു എ ഖാദറിൻ്റെ കൃതികളെ പറ്റിയിട്ടുള്ള ഗവേഷണം നടത്തി അതിൻ്റെ പശ്ചാത്തലത്തെ പറ്റിയൊക്കെ ആയിരുന്നു അല്ലേ? എന്തായിരുന്നു എൻ്റെ സബ്ജക്റ്റ് എന്തായിരുന്നു? ശരി, പഴഞ്ചൊല്ലുകൾ, നാടൻ പാട്ടുകൾ, കഥകൾ ഇവയൊക്കെ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവയെ അതേ രൂപത്തിലും ചിലപ്പോൾ അതിനെ മാറ്റിക്കൊണ്ടും പുതിയതുണ്ടാക്കിക്കൊണ്ടും പുതിയൊരു സംവേദനം നമ്മുടെ കഥാസാഹിത്യത്തിൽ ഖാദർ വരുത്തുന്നതായിട്ട് ഖാദറിൻ്റെ കൃതികൾ വായിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ അതെങ്ങനെ സാധിക്കുന്നു? ഇപ്പോഴും ഈ നഗരവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും ഈ നാട്ട് തനിമ എങ്ങനെ കഥാസാഹിത്യത്തിൽ നിലനിർത്തുന്നു എന്നറിയാനുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ തെയ്യം, അങ്ങനെയുള്ള നാഗപ്പാട്ട്, ആ കാര്യങ്ങളൊക്കെ ശരിക്കും അതൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അത് പൂർണ്ണമായി നിലനിർത്തുന്നത് മറ്റു ചില എഴുത്തുകാരുടെ കൃതികളിൽ അവിടെ പോകുന്നുണ്ട്, പ്രതിപാദനത്തിനിടെ വന്ന് കണ്ടു മറഞ്ഞു പോകുന്നവയാണ്. പക്ഷേ എൻ്റെ പ്രിയ കഥാകാരൻ യു എ ഖാദറിൻ്റെ കൃതികളിലാകട്ടെ അതിൻ്റെ സമഗ്ര രൂപത്തിൽ നമുക്ക് കാണാം. ഓരോ നോവൽ അല്ലെങ്കിൽ കഥ എടുക്കുമ്പോഴും അതിൻ്റെ പൂർണ്ണ രൂപം, അത് പ്രമേയം മാത്രമല്ല പ്രതിപാദന തലത്തിലും അത് മുഴച്ചു നിൽക്കുന്നതായിട്ട് കാണാം. ഏത് കഥ വായിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തണം അല്ലെങ്കിൽ ഇത്തരം? ഞാൻ ആദ്യം വായിച്ചിട്ടുള്ള മാണിക്യം വിഴുങ്ങിയ കണാരന്. ഈ ഭൂമി മലയാളം എന്ന് പറയുന്ന പ്രയോഗം വന്നത് ഏത് കഥയിലാണ് വന്നതെന്ന് പറഞ്ഞു? അത് ചന്തയിൽ ചൂടിവെക്കുന്ന പെണ്ണിൻ്റെ ആ ജാനകി നടത്തത്തെക്കുറിച്ച് അവള് നടന്നു പോകുമ്പോൾ പിന്നാലെ അനുഗമിക്കുന്ന ഒരു സാധാരണ ചന്തയിലുള്ള ഒരു കച്ചവടക്കാരൻ കോയട്ടിക്ക് തോന്നുകയാണ്, ഇതാരപ്പ ഭൂമി മലയാളം കുലുക്കി പോകുന്ന പെണ്ണ് എന്ന്. അങ്ങനെ ഈ സ്ത്രീ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് പ്രിയപ്പെട്ട കഥാകാരൻ കഥകളിൽ പ്രതിപാദിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്? അതായത് സ്ത്രീ കഥാപാത്രങ്ങൾ എപ്പോഴും താഴേക്കിടയിലുള്ള, അതായത് നമ്മളെ സമൂഹത്തിൽ അത്ര ശ്രദ്ധിക്കപ്പെടാതെ വിടുന്ന, ചന്തയിൽ ചൂടി വിൽക്കുന്ന, പിന്നെ ചായക്കടയിലിരുന്ന് കാപ്പി കഴിക്കുന്ന ഇത്തരത്തിലുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ വന്നിരിക്കുന്നത്. മേലേക്കിടയിലുള്ള അല്ലെങ്കിൽ പ്രമാണിത്വമുള്ള ഒരു സ്ത്രീ കഥാപാത്രം വന്നതായിട്ട് എനിക്ക് അങ്ങനെ സ്ട്രെസ് ചെയ്ത് തോന്നിയിട്ടില്ല. ഇങ്ങനെ ചായക്കടയിലിരിക്കുന്നവർ അവരെ എല്ലാം വളരെ സുന്ദരിമാരായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത, വളരെ സുന്ദരികളായ സ്ത്രീ കഥാപാത്രങ്ങൾ. അതെ, ഒരു പുരുഷ മേധാവിത്വം ഉള്ളതുപോലെ. പുരുഷ മേധാവിത്വം ഉണ്ട്. പക്ഷേ സ്ത്രീക്ക് ഇങ്ങനെ ഒരു വെറും പെണ്ണായി നിൽക്കുമ്പോൾ അവൾക്ക് പുരുഷനോട് പ്രതികരിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് പക്ഷേ പ്രതികരിക്കാതെ വിടാനും കഥാകൃത്തിന് മനസ്സില്ല. ആ സന്ദർഭത്തിൽ അവർക്ക് ദുർദേവതയുടെ ഒരു പരിവേഷം നൽകിയിട്ട് യക്ഷിയായും മറ്റും പുരുഷന്റെ മേൽ ആക്രമണം നടത്തുന്ന ഒരു രീതിയിലായിരിക്കും അവസാനിപ്പിക്കുന്നത്. അങ്ങനെയാണ് സ്ത്രീ കഥാപാത്രങ്ങളെ. പക്ഷെ എല്ലാവരും നല്ല സുന്ദരിമാരായിരിക്കും. സുന്ദരിമാർ, മാദക സൗന്ദര്യമുള്ളവർ എല്ലാവരും ഉണ്ടാവും. മീനാക്ഷി മനസ്സിൽ വിതച്ച ആ ഒരു രൂപം എപ്പോഴും എന്നും മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാവും അല്ലേ?